നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. എവിടെ എന്തെല്ലാം വിലക്കുണ്ടോ അവിടെ ആ വിലക്കുകൾ ലംഘിക്കുക എന്നതാണ് ചിലരുടെ രീതി. അതായത് ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ് അനധികൃതമായി ഇടപെടുന്നതിന് കാരണമാകുന്നത്. സ്വന്തം പോക്കറ്റ് നിറയ്ക്കുക എന്നതിനപ്പുറം അതിന്റെ വരാവരായികൾ ആലോചിക്കാതെയുള്ള പ്രവർത്തനം പിന്നീട് വരുത്തിവെക്കുന്നത് നഷ്ടക്കണക്കുകളായിരിക്കും. എവിടെ എന്താണ് അനധികൃതമായി ചെയ്തതെന്ന് നോക്കാം. ചേറ്റുവയിൽ നിന്ന് അനധികൃതമായി ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ പിടിച്ചെടുത്ത ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ മദീന, പ്രജാപതി എന്നീ വള്ളങ്ങളാണ് ചെറുമത്സ്യങ്ങളെ പിടിച്ചതിന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. തൃശൂർ കഴിമ്പ്രം സ്വദേശി നെടിയിരിപ്പിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രജാപതി വള്ളം. 14 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 1800 കിലോ അയില ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി കൊളപ്പറമ്പിൽ വീട്ടിൽ ഹമീദ് മകൻ ഷാഹിറിന്റെ ഉടമസ്ഥതയിലുള്ള മദീന എന്ന വള്ളത്തിൽ നിന്നും നിയമപരമായ അളവിലല്ലാതെ കണ്ട 1600 കിലോ ചെറിയ അയില ഇനത്തിലുള്ള മീനുകളാണ് പിടിച്ചെടുത്തത്. ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷിംഗ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യബന്ധനം കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളങ്ങൾക്കും കാരിയർ വള്ളങ്ങൾക്കും കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ച് പിഴ ചുമത്തും. ഇത്തരം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് കോഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന യാനങ്ങൾക്കും വാഹനങ്ങൾക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. മത്സ്യസമ്പത്ത് വർദ്ധിച്ചാൽ മാത്രമേ മത്സ്യമേഖല നിലനിൽക്കുകയുള്ളൂ. അതിനാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. മത്സ്യപ്രജനനത്തിന് കൂടി സാധ്യമായാലല്ലേ കാര്യമുള്ളൂ. വളർച്ച എത്തും മുമ്പ് തന്നെ പിടിച്ചാൽ പിന്നെ എങ്ങനെയാണ് കടലിൽ മത്സ്യമുണ്ടാവുക? ജോലിയും കൂലിയുമെല്ലാം എല്ലാവരുടെയും ആവശ്യമാണ്. അതോടൊപ്പം ഈ തൊഴിൽ എന്നും നിലനിൽക്കണമെന്ന ബോധ്യം കൂടി ഉണ്ടാകണം. ആരോപണ പ്രത്യാരോപണങ്ങളില്ലാതെ എന്ത് ചർച്ച? ചർച്ച കൊഴുക്കണമെങ്കിൽ അത് അനിവാര്യമാണല്ലോ. കുന്നംകുളം നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിലെ അനാസ്ഥ, അഴിമതി എന്നാണ് ആരോപണം. കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭാ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുകയും ചെയ്തു. കുന്നംകുളം നഗരത്തിലെ പഴയ സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് 3 വർഷം മുമ്പ് പരാതി നൽകിയിരുന്നതായി വിഷയം ഉന്നയിച്ച കോൺഗ്രസ് നഗരസഭാംഗം ലബീബ് ഹസൻ പറഞ്ഞു. ഇതേ തുടർന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുകയും കെട്ടിടം പൊളിക്കുന്നതിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിലെ കടയുടമകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. കടമുറികൾ ഒഴിപ്പിച്ച് 24 മണിക്കൂറിനകം കെട്ടിടം പൊളിക്കാമെന്നിരിക്കെ ഇതിനുള്ള നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ്. കെട്ടിടം ഉടമകൾ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിക്കാനുള്ള സമയം അനുവദിക്കുന്ന സമീപനം അഴിമതിയാണെന്ന് കോൺഗ്രസ് കൌൺസിലർ ഷാജി ആലിക്കൽ ആരോപിച്ചു. പട്ടാമ്പി, വടക്കാഞ്ചേരി റോഡുകളിൽ ഉൾപ്പെടെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ മനുഷ്യജീവന് ഭീഷണിയായി നിലകൊള്ളുകയാണ്. 2018 മുതൽ 19 കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള നോട്ടീസ് നൽകിയിട്ടും ഒരു കെട്ടിടം പോലും പൊളിച്ചു മാറ്റിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെട്ടിടങ്ങളുമായി സംബന്ധിച്ച കേസുകൾ നിരന്തരമായി തോൽക്കുന്ന അവസ്ഥ സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ വീഴ്ചയാണെന്നും കേസുകൾ മനഃപൂർവ്വം തോറ്റു നൽകുകയാണെന്നും കൌൺസിലർ ബിജു സി ബേബി ആരോപിച്ചു. കെട്ടിടങ്ങൾ പൊളിക്കാൻ നടപടിയെടുക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ചയുണ്ടായതായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്നും കേസ് വിവരങ്ങൾ കൌൺസിലിനെ യഥാസമയം അറിയിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സോമശേഖരൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുകയായിരുന്നു. കോൺഗ്രസ് കൌൺസിൽ ബഹിഷ്കരിച്ചതോടെ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച് യോഗം അവസാനിപ്പിച്ചു.
ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അനധികൃതമായ കെട്ടിടങ്ങളാണെങ്കിൽ അത് വേഗത്തിൽ പൊളിച്ചു മാറ്റാനുള്ള നടപടിയും ഉണ്ടാകണം. അതിന് കാലതാമസം വരുത്തരുത്. ആരോപണ പ്രത്യാരോപണങ്ങൾ ആകാം, തെറ്റില്ല. പക്ഷേ അപകടം വരുന്നത് വരെ അത് തുടർന്നു കൊണ്ടുപോകരുതെന്ന് മാത്രം. തട്ടിപ്പും വെട്ടിപ്പും നിത്യസംഭവമാണ്. ആളുകളെ കബളിപ്പിച്ച് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ എന്ത് കള്ളത്തരവും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരുണ്ട്. പൊതുജനങ്ങളാണെങ്കിലോ വിശ്വാസയോഗ്യമായ ഒരാൾ ഇത്തരത്തിൽ വഞ്ചിക്കില്ലെന്ന ധാരണ കൊണ്ട് അവർ പറയുന്ന പോലെ മുമ്പും പിമ്പും ആലോചിക്കാതെ പറയുന്ന പേപ്പറിൽ ഒപ്പിട്ട് നൽകും. അവസാനം ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെടുമ്പോഴാകും തട്ടിപ്പിന്റെ കാര്യം മനസ്സിലാകുന്നത്. നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച പണം കൃത്രിമം കാണിച്ച് പിൻവലിച്ച പോസ്റ്റ് മാസ്റ്ററെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റം സബ് പോസ്റ്റ് ഓഫീസിലെ നമ്പഴിക്കാട് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ഗ്രാമീൺ ഡാക് സാബ് വിഭാഗത്തിലെ പോസ്റ്റ് മാസ്റ്റർ കുന്നംകുളം കിഴൂർ സ്വദേശി കോതയ്ക്കൽ വീട്ടിൽ മനു കെ ഉണ്ണികൃഷ്ണനെയാണ് ഗുരുവായൂർ പോലീസ് SHO സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പൊതുജനങ്ങളിൽ നിന്ന് സേവിംഗ്സ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നീ വിഭാഗങ്ങളിലായി നിക്ഷേപം സ്വീകരിച്ച നിക്ഷേപകരറിയാതെ പല ഫോമുകളിലും ഒപ്പിട്ട് വാങ്ങി അവരുടെ 7,26,000 രൂപയോളം തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. സബ് ഡിവിഷണൽ ഓഫീസിൽ നിന്നും പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥനാണ് സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇതുപോലെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നും പ്രതി കൃത്രിമം കാണിച്ച് തുക കൈക്കലാക്കിയതായി മനസ്സിലാക്കി. SI ഷക്കീർ അഹമ്മദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉദയകുമാർ, VP സുമേഷ്, സിവിൽ പോലീസ് ഓഫീസർ ജോസ് പോൾ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എത്ര പരിചയമുള്ളവരായാലും ഇല്ലാത്തവരായാലും പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാനും വായിച്ചറിയാനുള്ള സാമാന്യ ബോധവും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം തട്ടിപ്പിന്റെ രീതി വരെ മാറിക്കഴിഞ്ഞു. എങ്ങനെ വേണമെങ്കിലും നമ്മൾ വഞ്ചിക്കപ്പെടാം. സ്വന്തം ഒപ്പിന്റെ മൂല്യം മനസ്സിലാക്കി ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. മണ്ണെറിഞ്ഞ് പണിയെടുത്താലേ മനം നിറഞ്ഞ ലാഭം കിട്ടുകയുള്ളൂ. കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കാലം തെറ്റിയുള്ള മഴ കൃഷിയെ പാടെ നശിപ്പിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പ് നൽകുന്ന സഹായം തന്നെയാണ് കർഷകരുടെ ഏക പ്രതീക്ഷ. കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 350 ഹെക്ടർ പാടത്ത് കൃഷി വകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക. നിലം ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. ഞാറുകൾ തയ്യാറാക്കുന്നതിനുള്ള ഞാറ്റടികളും ഒരുക്കിയിട്ടുണ്ട്. 3 തവണയെങ്കിലും നിലം ഉഴുതുമറിച്ച ശേഷമാണ് നടീൽ നടത്തുക. അതിനു മുമ്പ് കുമ്മായം വിതറി മണ്ണിന്റെ അമ്ലാംശം കുറയ്ക്കും. ഇതിനാവശ്യമായ കുമ്മായം കടവല്ലൂർ സഹകരണ ബാങ്ക് വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട്. കൃഷി വകുപ്പ് നൽകുന്ന 75% സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് ലഭിക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ ശമിക്കേണ്ട മഴ ഇപ്പോഴും തുടരുന്നത് ഒരുക്കങ്ങളുടെ വേഗം കുറച്ചിട്ടുണ്ട്. ഞാറ്റടിയിൽ വിത്ത് വിതച്ചതിന് ശേഷം ശക്തമായ മഴയുണ്ടായാൽ വിത്ത് താഴ്ന്നുപോയി നശിക്കും. ഈ ആശങ്കയിൽ പലരും വിത്ത് വിതച്ചിട്ടില്ല. ഒരുക്കങ്ങൾ നീളും തോറും വിളവെടുക്കുന്നത് വൈകും. വേനൽ കടുക്കും വരെ കൃഷി നീണ്ടാൽ വരൾച്ച മൂലമുള്ള കൃഷിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴ കർഷകരുടെ ആശങ്ക കൂട്ടിയിട്ടുണ്ട്. അടുത്തിടെ നിർമ്മിച്ച വരമ്പുകൾ മഴയത്ത് ഒലിച്ചുപോയി. ഞാറ്റടിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും പ്രതിസന്ധിയാണ്. കൃഷിച്ചെലവുകൾ ദിനം പ്രതി കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം ശക്തമായതോടെ പാടത്തെ പണികളുടെ ക്രമം താളം തെറ്റി. കാലാവസ്ഥാ കെടുതികൾ മൂലം ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുമുണ്ട്. ഇതെല്ലാമാണ് ചെലവുകൾ വർദ്ധിക്കാൻ കാരണം. ഒരേക്കർ ഉഴുതുമറിക്കാൻ മാത്രം 5000 രൂപയോളമാണ് ചിലവ്. നടീലിന് 6000 രൂപ വരെ ചെലവുണ്ട്. വിദഗ്ധ തൊഴിലാളിയെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയും. വളം, കീടനാശിനി, കൂലി തുടങ്ങിയ ചെലവുകളിലും വർധനയുണ്ടായി. ഒരേക്കറിന് 40,000 രൂപ വരെയാണ് മുണ്ടകന് ചെലവ്. വരമ്പ് നിർമ്മിക്കാനുള്ള യന്ത്രം എത്തിക്കാൻ കരിക്കാട് പാടശേഖര സമിതി ശ്രമിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ഫലവത്താകുമെന്ന് ഉറപ്പില്ല. പാടശേഖരത്തിൽ യന്ത്രം കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചു കാണിക്കാൻ അധികൃതർ തയ്യാറായിട്ടുണ്ടെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു. പദ്ധതി വിജയിച്ചാൽ പണികളുടെ വേഗം കൂടാൻ ഉപകരിക്കും. നടീൽ യന്ത്രം എത്തിക്കാനും ചില പാടശേഖരങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അധികൃതരുടെ ചില സഹായങ്ങൾ കർഷകർക്ക് വരുമാന വർധനവിന് ഉതകുമെന്ന് പ്രതീക്ഷയുണ്ട്. കൃഷി ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവും ലാഭക്കണക്കും നോക്കുമ്പോൾ പലപ്പോഴും നഷ്ടം തന്നെയാണെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കർഷകർക്ക് മണ്ണിൽ പണിയെടുക്കുക എന്നത് തന്നെയാണ് ജീവിതോപാധി. ചികിത്സാർത്ഥം വീടും പറമ്പും വിൽക്കേണ്ടി വന്ന പുന്നേർകുളം മാവിൻ ചുവട് കല്ലിങ്ങൽ ഫാത്തിമ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്.
കരുണ പറ്റാത്തവരുടെ പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. മാവിൻചുവട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു ഫാത്തിമയും മകളും 90 വയസ്സായ പിതാവും താമസിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയി. 1 വർഷം മുമ്പാണ് ഫാത്തിമയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സ തുടങ്ങിയത്. ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്. ചികിത്സയുടെ ഭാഗമായി ഇവർക്കുണ്ടായിരുന്ന കിടപ്പാടവും വിൽക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് മാവിൻചുവട് റിയ റോഡ് പരിസരത്ത് 3 സെന്റ് സ്ഥലം വാങ്ങി തറ നിർമ്മിച്ചെങ്കിലും പിന്നീട് നിർമ്മാണം നടത്താനായില്ല. കിടപ്പുരോഗിയായ പിതാവും വിവാഹപ്രായമെത്തിയ മക്കളും അടങ്ങിയ കുടുംബം കയറിക്കിടക്കാൻ സംവിധാനം ഇല്ലാതെ വിഷമിക്കുകയാണ്. ക്യാൻസർ ചികിത്സ തുടരുന്ന 54-കാരിയായ ഫാത്തിമ ഇവരുടെ ചികിത്സാ ചെലവിന് മാത്രം ഒരു മാസം 5000 രൂപയിലേറെ ചെലവ് വരും. അടുത്ത വീടുകളിൽ ചെറിയ സഹായം ചെയ്തുകൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ചാണ് നിലവിൽ കുടുംബം മുന്നോട്ടു പോകുന്നത്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയ വാർഡ് മെമ്പർ അബു താഹിർ കൺവീനറായും കോതോട് മഹല്ല് പ്രസിഡന്റ് ബി ഹസൻ ഹാജി ചെയർമാനായും ഇ കെ അബൂബക്കർ ട്രഷററായും സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. പുന്നേർകുളം SBI ബാങ്കിൽ 67 35 46 17 92 2 എന്ന നമ്പറിലാണ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. സുമനസ്സുകളുടെ സഹായമാണ് ഇവരുടെ പ്രതീക്ഷ. 97 45 13 07 73 എന്ന നമ്പറിൽ ഗൂഗിൾ പേ ആയും സഹായങ്ങൾ നൽകാവുന്നതാണ്. വളരെ വിഷമത്തിലും കഷ്ടത്തിലുമാണ് ഇപ്പോൾ അവരുള്ളത്. കാരണം അവരുടെ തുടർ ചികിത്സ, താമസിക്കാനൊരു ഇടമില്ല, ഉള്ള വീടാണെങ്കിൽ വിറ്റ് ഇങ്ങനെ ഒരു തറ മാത്രമായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊന്ന് ഒരു ചെറിയ നിരക്ക് ഉള്ളതിൽ 1 2 റൂമുകളാക്കിയിട്ടെങ്കിലും ഒന്ന് ആക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. പ്രായമായ ഉപ്പ 90 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഉപ്പയാണ്, നിത്യരോഗിയാണ്. അപ്പോൾ അവരുടെ ചികിത്സകളും മറ്റു കാര്യങ്ങളും, അതുപോലെ പ്രായമായ മകൾ, ഇതെല്ലാം വീട്ടിലെവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ രോഗിയായ കാരണം അതിനൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ അകമഴിഞ്ഞ നിരക്ക് നിങ്ങളിൽ നിന്നുള്ള സഹകരണങ്ങൾ ഉണ്ടാവണം. കരുണ പറ്റാത്തവരുടെ സഹായമാണ് ഇനി ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. നമ്മൾ നൽകുന്ന ചെറിയ സഹായം വലിയ ആശ്വാസത്തിന് വഴിവെക്കും. താങ്ങാവുന്നതിലും അപ്പുറം ചികിത്സാ ചെലവ് വഹിക്കുന്ന കുടുംബത്തിന് സുമനസ്സുകൾ സഹായം നൽകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.